ഇന്ന് ലക്കിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. രാവിലെ തിരക്കൊക്കെ കാരണം വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ഇത് സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടോ. രാവിലെ പോയപ്പോൾ തന്നെ ബാഗ് നിറയെ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടാണ് പോയത്. പിന്നെ ബർത്ത്ഡേ ഉള്ള ദിവസം ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകാം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷം രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് ഇതുപോലെ ഗിഫ്റ്റൊക്കെ കിട്ടും. പിന്നെ ഇവന് കിട്ടിയത് 2 ഇറേസറും പിന്നെ ഒരു കാർഡും കിട്ടി. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയ ഒരു കാർഡൊക്കെ കിട്ടിയിട്ടാണ്. ഇതുപോലെ സ്കൂളിൽ നിന്നൊക്കെ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്നെ ഇതൊക്കെ തുറന്ന് കാണിക്കും കേട്ടോ. പിന്നെ ബാഗിൽ ചോക്ലേറ്റ്സ് കൊണ്ടുപോയത് അവൻ്റെ ടീച്ചേഴ്സിനും പിന്നെ ദീദിമാർക്കും പിന്നെ ക്ലാസ്സിലെ ഫ്രണ്ട്സില്ലേ അവർക്കൊക്കെ കൊണ്ടാണ് ചോക്ലേറ്റ് രാവിലെ പോയത്. അങ്ങനെ കൊടുത്ത വിശേഷങ്ങളൊക്കെ പറയാണ് കേട്ടോ. പിന്നെ ദാണ്ട അവിടെ സൈഡിൽ കണ്ട കുട്ടിയില്ലേ പുതിയ ഫ്രണ്ടാണ്. രാവിലെ ബസ്സിൽ കയറാനൊപ്പം കാണും. ആള് നഴ്സറിയിലാണ് കേട്ടോ. ചെറിയൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പായസമൊന്നും വലുതായിട്ട് കഴിക്കത്തില്ല, എന്നാലും ഒരു പായസവും കുഞ്ഞൊരു സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ചെറിയൊരു കേക്ക് കട്ടിങ്ങും. വൈകുന്നേരത്തെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയാണ് കേട്ടോ. ഒരു 4 മണിയാകുമ്പം കണ്ടോ ഒരു കൊള്ളിയാൻ വന്നുണ്ടോ. അതൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ടൊരു കാറ്റ് വന്നു കേട്ടോ. കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്ട് ഒരു വലിയൊരു മരം നമ്മളെ വീട്ടിൻ്റെ മണ്ടയിലോട്ട് മറിഞ്ഞു കേട്ടോ. ഒരു സൗണ്ട് കേട്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ കാറ്റാണ്. അങ്ങനെ ജനലിൽ കൂടെ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇതുപോലെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴും. പിന്നെ കറണ്ട് കാണില്ല, ഭയങ്കര ശോകമാണ് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ മഴയിലായിപ്പോയി. ഇവിടെ കേക്ക് കട്ടിയിൽ എല്ലാ വർഷവും വൈകുന്നേരമാണ്. ഏട്ടൻ വരുമ്പം കേക്ക് വാങ്ങിച്ചിട്ട് വരും. പിന്നെ ചെറുതായിട്ടൊക്കെ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യും. ചിലപ്പം പുറത്ത് പോകും കേട്ടോ. ഇപ്പം പുറത്ത് പോകാൻ പറ്റിയ അവസ്ഥയല്ല, ഭയങ്കര മഴ, കൊടുങ്കാറ്റ്. പിന്നെ വീട്ടിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ കാണിച്ചത്. വലിയൊരു മരം വന്ന് വീട്ടിൻ്റെ മണ്ടയിലോട്ട് മറിഞ്ഞ് വീണ്. എങ്ങനെ വീണെന്നൊന്നും അറിയാൻ വയ്യ. ഇനിയിപ്പം രാവിലെ എഴുന്നേറ്റ് പോയി നോക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പം പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ സൈഡിലൊക്കെ നിറയെ മരങ്ങളാണ്, അതൊക്കെ ഒടിഞ്ഞ് തലയിൽ കൂടെ വീഴും കേട്ടോ. അതുപോലെ കാറ്റാണ്. അങ്ങനെ എന്തായാലും കേക്ക് കിട്ടിയത് ഒരു സമാധാനം കേട്ടോ. പിന്നെ പിസയ്ക്ക് പോയതാണ്. പിസയൊന്നും അവിടെ ഇല്ല, കറണ്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അങ്ങനെ അതിൻ്റെ പിസേൻ്റെ ആ ഒരു പാക്കറ്റിലാണ് ഇത് വാങ്ങിച്ചിട്ട് വന്നത്. അങ്ങനെ ലക്കി ഭയങ്കര സന്തോഷത്തിൽ പിസയാണെന്നും പറഞ്ഞ് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ താണ്ടി ഇത് അവൻ തന്നെ കൊണ്ടുവന്നപ്പോഴേ താഴെ കറണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ, തള്ളിയിട്ടിട്ട് അതങ്ങനെ അതിൻ്റെ ക്രീമൊക്കെ അങ്ങനെ പറ്റിയിരുന്ന് അങ്ങനെ കറണ്ടില്ലാത്തതുകൊണ്ട് പിസയും അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്തായാലും കേക്ക് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം കേട്ടോ. ഞാൻ വിചാരിച്ചവർ അടച്ച് പോയി കാണുമെന്ന്. തലേന്നേ പറഞ്ഞതാണ്, എന്നാലും സമയത്തൊക്കെ അല്ലേ ഉണ്ടാക്കി വെക്കത്തുള്ളൂ. അങ്ങനെ എന്തായാലും കേക്ക് കിട്ടി. പിന്നെ കുറച്ച് പപ്സ്, പിന്നെ മറ്റേ ക്രീം റോളില്ലേ അതുപോലൊക്കെയുള്ള പട്ടീസുകൾ കുറച്ച് അങ്ങനെയുള്ള ടൈപ്പൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. മറ്റേ പിസയ്ക്ക് പോയതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഭയങ്കര മഴ നടക്കുകയാണ് കേട്ടോ പുറത്ത്. അതുപോലെ കാറ്റ് വീശാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാവുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം പുറത്ത് ഭയങ്കര സൗണ്ടാണ്. പിന്നെ ആ മരവും കൂടെ വീണ് കിടക്കുന്ന കണ്ടപ്പോൾ ആകെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ഈ ബിൽഡിങ്ങുകൾ ഒരുപാട് പഴയ ബിൽഡിങ്ങാണ് കേട്ടോ. ഇതൊക്കെ വന്നൊന്ന് വീണ് കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് നമ്മുടെ തലയിൽ കൂടെ ഒക്കെ വീഴത്തുള്ളൂ. അങ്ങനെ ചെറിയൊരു പേടിയാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവസ്ഥ. ഭയങ്കരമായിട്ട് കാറ്റ് വീശും, പിന്നെ റോഡെല്ലാം ബ്ലോക്കാവും. അങ്ങനെ അത് എന്തോ ആവട്ടെ. പിന്നെ നമ്മുടെ ലക്കീൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് കാണിക്കുന്നത്, അതിനോടൊപ്പം പറയാൻ പറ്റിയ കാര്യങ്ങളല്ലേ. എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ കുഞ്ഞു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത്. എന്തായാലും കുറച്ച് ബലൂണുകളും, പിന്നെ ലക്കിക്ക് ഇതൊക്കെ സന്തോഷമാണ് കേട്ടോ. ബലൂണുകൾ വീർപ്പിച്ചിങ്ങനെ ഇതിപ്പം നമ്മുടെ വീട്ടിൽ ആരുടെ ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ എന്ത് വന്നു കഴിഞ്ഞാലും ബലൂൺ വീർപ്പിക്കലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അവന് സന്തോഷമാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് വരും ആഹാരം. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ലക്കി കിടന്നുറങ്ങിയ സമയത്താണ് ഞങ്ങളിതെല്ലാം ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ ഉണർന്ന് വന്ന് കണ്ടത് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട്. ഇല്ലെങ്കിൽ അവനും കൂടെ വീർപ്പിക്കാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും. ഇതിപ്പം ഇറങ്ങി വന്നപ്പം ഫുള്ള് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല മഴയൊക്കെ പിടിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ.
ഓൺലൈനായിട്ട് വാങ്ങിച്ച ഗിഫ്റ്റുകളെല്ലാം ലക്കി കാണാതെ ഇതുപോലെ പേപ്പർ വാങ്ങിച്ച് നന്ദ പൊതിഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നേ. ഇത് നന്ദയുടെ പരിപാടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഇതൊക്കെ നന്ദയുടെ പരിപാടിയാണ് ഇങ്ങനെ കൊടുക്കുന്നതും. പിന്നെ താണ്ട് ഈ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, ഇതെല്ലാം നന്ദയുടെ പരിപാടിയാണ് കേട്ടോ. ഇതിപ്പം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നു കഴിഞ്ഞാൽ എന്ത് ഇത് വന്നു കഴിഞ്ഞാലും ഡെക്കറേഷൻ നന്ദയുടെ സെക്ഷനാണ് കേട്ടോ. പിന്നെ കിട്ടിക്കഴിഞ്ഞ ഉടനെ ലക്കി ഇത് തുറന്നു നോക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഉടനെ എങ്ങനെ വലിച്ചു പറിച്ച് തുറക്കുകയാണ് കേട്ടോ. ഇപ്പം ഇവിടെ ചുറ്റുമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് പോകുമ്പം നമ്മളെല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് പോകത്തില്ലേ. അപ്പം അവർക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റുകൾ കാണും കേട്ടോ. അപ്പം അന്നേ അതൊക്കെ കാണുമ്പോൾ അവൻ പറയും, അമ്മ എൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരെയും വിളിക്കണം, എല്ലാവരും എനിക്കിതുപോലെ ഗിഫ്റ്റ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. ഇവിടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിള്ളേരുടെ ബർത്ത്ഡേ കാണും, അതിനൊക്കെ പോവും, ഓരോ കാര്യങ്ങൾ കാണും. ഇവിടെ വന്ന് അവനും അതുപോലെ വേണമെന്നൊക്കെ പറയും. നമ്മളും വിചാരിച്ചതാണ് പിള്ളേരെയൊക്കെ വിളിക്കാനേ, പക്ഷേ എന്ത് ചെയ്യാനാ, ഒറ്റ കുഞ്ഞുങ്ങളില്ല കേട്ടോ, എല്ലാവരും നാട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പം സ്കൂൾ തുറക്കുന്ന ഒരു സമയത്തേ വരത്തുള്ളൂ. എല്ലാവരുമൊക്കെ നേരത്തെ പോയതാണ്, സ്കൂൾ അടയ്ക്കുന്നതിനും കുറച്ച് മുന്നേ ചുറ്റുമൊക്കെ ഉള്ള എല്ലാ കുഞ്ഞുങ്ങളും പോയി കേട്ടോ. അങ്ങനെ ഇപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ലക്കിയുടെ ബർത്ത്ഡേ ഒരു കുഞ്ഞു രീതിയിൽ അങ്ങ് ആഘോഷിച്ചു കേട്ടോ. കാറിനോടൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ എന്തെങ്കിലും സോഫ്റ്റ് ടോയ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കത്തുള്ളൂ. ടെഡി ബിയറിനോടൊന്നും വലിയ താല്പര്യമില്ല. നന്ദ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം പറയുന്നുണ്ടായിരുന്നു, അമ്മ ലബുബു വാങ്ങിക്കാൻ അവനത് ഇഷ്ടമാവുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ലബുബു വാങ്ങിച്ചത് വീട്ടിൽ കൊണ്ടുവന്ന് അതേപോലെ അവിടെ ഇട്ട്. നമ്മളന്ന് മറ്റേ ആ ഫെസ്റ്റിവലിന് പോയില്ലായിരുന്നു, സീ ഫെസ്റ്റിവലിന്, അന്ന് വാങ്ങിച്ച ലബുബു ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, തൊട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ലബുബുവും സോഫ്റ്റ് ടോയ്സും ഒന്നും ഇഷ്ടമല്ല, അവനിഷ്ടം ഇതുപോലെ കാറുകൾ, പിന്നെ റിമോട്ടിൻ്റെ എന്ത് ഐറ്റം ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാലും ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം പുതിയ ആഗ്രഹമാണ് അവന് ഡ്രോൺ വേണമെന്ന്. എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പം ഡ്രോൺ വേണമെന്ന്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്ന ഡ്രോൺ ഉണ്ട് പോലും. അങ്ങനെ കുറച്ച് നാളുകൊണ്ട് തുടങ്ങിയതാണ്. ബാക്കിയുള്ള കളിപ്പാട്ടങ്ങളും ഏകദേശം ഇപ്പം വീട്ടിലുണ്ട് കേട്ടോ. അവനിപ്പം ഇല്ലാത്തത് ഡ്രോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് കുറച്ച് ദിവസം കൊണ്ട് പിടിക്കുകയാണ് കേട്ടോ. എവിടെ ചെന്ന് റോഡിൽ ചെന്നാലും ഡ്രോൺ വാങ്ങിക്കണമെന്ന്. ഇപ്പം നമ്മൾ എന്ത് ഫംഗ്ഷനോ പ്രോഗ്രാംസിനോ പോയി കഴിഞ്ഞാൽ ഡ്രോൺ ഉണ്ടല്ലോ, അപ്പം അവന് ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് അന്ന് മറ്റേ ഹെലികോപ്റ്റർ വാങ്ങിച്ചത്. ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് അത് ഏതാണ്ട് മൂലയ്ക്ക് കിടപ്പുണ്ടിട്ടാ. ഇനിയിപ്പം ഡ്രോണാണ് ആവശ്യം. അങ്ങനെ കിട്ടിയ ഉടനെ റേസിങ് തുടങ്ങിയിട്ടാ. ഇത് എത്ര നേരത്തേക്ക് വെച്ചിരിക്കുമെന്ന് അറിയത്തില്ല. കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതൊക്കെ തുറന്ന് നോക്കി അതിൻ്റെ അകത്ത് എന്തെന്നറിയണം കേട്ടോ. അത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. തുറന്ന് അവിടെ പിന്നെ അതിൻ്റെ സ്ക്രൂവും ഒക്കെ അഴിച്ച് അവിടെ ഇട്ടിരിക്കും കേട്ടോ. ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ലക്കിയുടെ ബർത്ത്ഡേ പാർട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഈ ചാനലിലൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ കേട്ടോ. ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടനെ എത്താം കേട്ടോ. ബൈ ഫ്രണ്ട്സ്.